ഇപ്പോൾ ഈ ശബരിമലയുമായി ബന്ധപ്പെട്ട് അത്രത്തോളം ബന്ധമുള്ള ഒരാൾ, ശബരിമലയുടെ ഓരോ മുക്കുമൂലയും അറിയുന്ന ആളായിരിക്കുമല്ലോ. അങ്ങനെ ഒരു ആള് ആദ്യം നൽകിയ പ്രതികരണം, ഞാൻ അവിടെ ചുമതലയേൽക്കുമ്പോൾ അതിൽ സ്വർണ്ണമൊന്നും ഉണ്ടായിരുന്നില്ല, അത് ചെമ്പായിരുന്നു എന്ന് പറയുന്നതാണ്. അപ്പോൾ ചുമതലയേൽക്കുമ്പോൾ മാത്രമല്ല അദ്ദേഹം അവിടെ ഉണ്ടായിട്ടുള്ളത്, അദ്ദേഹത്തിന് കൃത്യമായിട്ട് അതിൻ്റെ എല്ലാ ഭാഗങ്ങളും അറിയുന്ന ഒരാളാണ്. അവിടെ സ്വർണ്ണം ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞത്. അതിൽ തന്നെ അദ്ദേഹത്തിന് പാളിയിരിക്കുന്നു എന്നുള്ളതാണ്. പിന്നീട് അദ്ദേഹം ഈ പറഞ്ഞ ദൈവതുല്യരായി കാണുന്ന പലരുമുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞത്, എനിക്ക് തോന്നുന്നില്ല അത് കടകംപള്ളിയാണെന്ന്. അത് ഒരുപക്ഷെ തന്ത്രിയിലേക്ക് വഴിതിരിച്ചു വിടാനുള്ള ഒരു പ്രതികരണമായിട്ട് ഞാൻ കാണുന്നുള്ളൂ. അങ്ങനെയാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത് അങ്ങനെ നിൽക്കുന്നു. എസ് ഐ ടി അന്വേഷണം പോകുന്ന രൂപം നമുക്ക് ശ്രദ്ധിച്ചാൽ അറിയാം. ആദ്യം അറസ്റ്റിലായവരിൽ നിന്നും മൊഴിയുടെ അടിസ്ഥാനത്തിൽ അടുത്ത അറസ്റ്റിലേക്ക് പോകുന്നു. അടുത്ത ആളുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ അടുത്ത അറസ്റ്റിലേക്ക് പോകുന്നു. അങ്ങനെ കണ്ണിചേർത്താണ് അറസ്റ്റ് ഉണ്ടായിരിക്കുന്നത്. അങ്ങനെ എൻ വാസുവിൻ്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് പത്മകുമാറിലേക്ക് എത്തിയിരിക്കുന്നത്. അത് ഒരു എന്താ പറയുക, പത്മകുമാറും എൻ വാസും തമ്മിലുള്ള ബന്ധം അത്ര നല്ലതായിരുന്നില്ല. അപ്പോൾ ഇനി അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരു മൊഴിയായിട്ട് വേണമെങ്കിൽ പത്മകുമാറിന് പറയാം. പക്ഷേ ഇപ്പോൾ SITയുടെ കണ്ടെത്തൽ എന്ന് പറയുന്നത് ഇതിൻ്റെ ആസൂത്രകനാണ്. ആസൂത്രകൻ എന്ന് പറയുമ്പോൾ പത്മകുമാറിൻ്റെ വസതിയിൽ വെച്ചാണ് പോറ്റി ഈ ആലോചനകൾ ഒക്കെ നടത്തിയത് എന്നുള്ളതാണ് SITയുടെ കണ്ടെത്തൽ. അങ്ങനെയുള്ള കണ്ടെത്തൽ വരുന്ന ഘട്ടത്തിലാണ് എൻ്റെ അടുത്തേക്ക് ദേവസ്വം ബോർഡിലേക്ക് ദേവസ്വം മന്ത്രിയാണ് ശുപാർശ നൽകിയത്. അതായത് ഈ സ്വർണ്ണപ്പാളി നന്നാക്കാൻ കൊടുക്കേണ്ടത് പോറ്റിക്കാണ് എന്ന ശുപാർശ നൽകിയത് ഈ പറയുന്ന കടകംപള്ളി സുരേന്ദ്രനാണ് എന്ന മൊഴി നൽകിയിരിക്കുന്നത്. ഒരുപക്ഷെ ഇന്നത്തെ പത്മകുമാറിൻ്റെ ചിരി, പത്മകുമാറിൻ്റെ ആത്മവിശ്വാസം ഒരുപക്ഷെ അതായിരിക്കാമെന്നാണ് എനിക്ക് തോന്നുന്നത്. ആ ചിരിയുടെ അർത്ഥം ഒരുപക്ഷെ ഞാൻ മാത്രമല്ല ഇനിയും ചിലർ കുടുങ്ങാനുണ്ട് എന്നതായിരിക്കുമോ എന്ന് വേണമെങ്കിൽ കരുതാൻ പറ്റും.